PC ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ് ആയിട്ട് 3rd ചാപ്റ്റർ ആണ് മാത്സിലെ 3rd ചാപ്റ്റർ പെയേഴ്സ് ഓഫ് ഇക്വേഷൻ, സമവാക്യ ജോഡികൾ. ഇതിലെ മൂന്നാമത്തെ കണക്കാണ് നമ്മൾ പേജ് നമ്പർ 35 മൂന്നാമത്തെ കണക്കാണ് നമ്മൾ ചെയ്യുന്നത്. ചോദ്യം എല്ലാവരും കേൾക്കാം. When we add 1 to the numerator of the fraction and simplify it, we get 1/2. When we add 1 to the denominator instead and simplify it, we get 1/3. What is the fraction? ഒരു ഭിന്ന സംഖ്യയുടെ ഛേദത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോ എന്നിട്ട് ലഘൂകരിച്ചപ്പോ നമുക്ക് കിട്ടിയത് 1/2 ആണ്. ഒരു ഭിന്ന സംഖ്യ എന്ന് പറയുമ്പോൾ x/y നമുക്കറിയില്ല, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു x y ഇട്ട് കൊടുത്തു. നമ്മൾ ഇത്ര നേരം ചെയ്ത അങ്ങനെയാണല്ലേ. ആദ്യത്തെ ഛേദത്തിന് x കൊടുത്തു, yക്ക് ഡിനോമിനേറ്റർ y ഛേദം ഡിനോമിനേറ്റർ ആണ് ഛേദം. അംശം ഛേദം, അംശത്തിന് x കൊടുത്തു, ഛേദത്തിന് y. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇനി അടുത്ത് പറയുന്നത് അംശത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് 1/2 ആണ്. രണ്ട് ഇക്വേഷൻ ആണ് കേട്ടോ പറയുന്നത്. ഫസ്റ്റ് ലൈനിൽ നിന്ന് കിട്ടിയോ? When we add 1 to the numerator, അംശത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോ നമ്മളത് ലഘൂകരിച്ചു വരുമ്പോ 1/2 ആണ്. And when we add 1 to the denominator, അടുത്ത ഡിനോമിനേറ്ററിന്റെ കൂടെ x ഉള്ളതേ ഉള്ളൂ, പക്ഷെ ഡിനോമിനേറ്ററിന്റെ കൂടെയാണ് ഛേദത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോ നമുക്ക് കിട്ടിയത് 1/3 ആണ്. Then what is this fraction? അപ്പൊ എന്തായിരിക്കും ആ ഫ്രാക്ഷൻ? x എന്താണ്, y എന്താണ്? ഇത് നമ്മൾ കാണുക ഭിന്നസംഖ്യ ഏതാണ്. എന്തെങ്കിലും മലയാള മീഡിയത്തിന്റെ ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ചോദ്യം ശരിക്കും നോക്കാം കേട്ടോ. പേജ് നമ്പർ 35 ഇതാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. അംശത്തിന്റെ കൂടെ 1 കൂട്ടിയപ്പോ ഇത് 1/2 ആയി, ഛേദത്തിന്റെ കൂടെ കൂട്ടിയപ്പോ ഇത് 1/3 ആണ്. ഇത്രയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ട് ഇക്വേഷൻ കിട്ടിയാൽ നമുക്കിനി ചെറുതാക്കി നമുക്കിനി ചെയ്യാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ നമ്മളൊന്ന് ശരിയാക്കണമെങ്കിൽ ഇതിന് എങ്ങനെയാ ചെയ്യാം? ഇത് ഭിന്ന സംഖ്യയാണ്, ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം. അപ്പൊ 2 ഇൻറ്റു 2 എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യാം? x+1 അല്ലേ? 2 ഇൻറ്റു x+1 = എന്താണെന്ന് y ആണെന്ന്. അപ്പൊ നമുക്ക് കിട്ടിയ ആദ്യത്തേത് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 2 ഇൻറ്റു x+1 = y ആണ്. ഇനി അടുത്ത് നോക്കാം. ഇതിനെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം, ഇതിനെ ഇങ്ങോട്ട് ഇൻറ്റു ചെയ്യാം. അപ്പൊ എത്രയാ കിട്ടുന്നത്? 3 ഇൻറ്റു x എത്രയാ? 3x = ആണ്. y+1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ y+1 ആണ്. കിട്ടിയ എല്ലാവർക്കും? രണ്ട് സമവാക്യം നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചോദ്യത്തിൽ ഇവിടെ തന്നിരിക്കുന്നത് ഇത് അംശവും ഇത് ഛേദം നമ്മൾ കൊടുത്തു. അംശത്തിന്റെ കൂടെ 1 കൂട്ടാൻ, ന്യൂമറേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോ ഈ ഭിന്നസംഖ്യ നമുക്ക് സിംപ്ലിഫൈ ചെയ്തപ്പോ 1/2 കിട്ടി. അതുപോലെ തന്നെ ഇത് തന്നെ x/y തന്നെ, അതിന് y-യുടെ കൂടെ ഛേദത്തിന്റെ കൂടെ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 കൂട്ടിയപ്പോ ഇറ്റ് ഈസ് 1/3 ആണെന്ന് കിട്ടിയേ. ഇതിനെ ഇങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു, 2 ഇക്വേഷൻ കിട്ടി. ഇനി നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടിട്ടോ. ഈ 2 ഇക്വേഷൻസില് ഇനി നമ്മൾ ഒന്ന് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു വാരിയബിളിലേക്ക്, അതിൽ ഇതാണ് നമുക്ക് y എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ സമവാക്യത്തിലേക്ക് രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാണ്. 3x = y+1 ആണ്. അതിൽ y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിയേ, തന്നിട്ടില്ല എല്ലാവർക്കും? അല്ലെങ്കിൽ നമുക്ക് ഇതിന്ന് വേണമെങ്കിൽ x ആക്കാം, അതുപോലെ നമുക്ക് ഡിവിഷൻ വരും. അതിനേക്കാളും സുഖം ഇവിടെ ഇത് എടുക്കുന്നതാണ് കേട്ടോ. 3x = y+1 ആണ്. അപ്പൊ y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x+1. അപ്പൊ ഈ y-യുടെ അവിടെ നമുക്ക് ഈ വില ഇതിൽ കൂടെ 3x ഇനി ഇതിനെ നമ്മൾ ശരിയാക്കാണ് കേട്ടോ. ഈ 3x ഇങ്ങോട്ട് ഇറക്കിയിട്ടു ഈ y-യുടെ അവിടെ നമ്മൾ ഈ വില ഇത് കൊടുക്കുകയാണ്. എന്താണ് y എന്ന് പറഞ്ഞാൽ? y എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഇൻറ്റു x+1 ഇല്ലേ? പ്ലസ് ഇപ്പൊ y എഴുതി കേട്ടോ. y എന്ന് പറഞ്ഞാൽ ഇതാണ് 2 ഇൻറ്റു x+1 പ്ലസ് ഈ 1 ആണ്. ശരിക്കും ശ്രദ്ധിക്കട്ടെ, എവിടെ നിന്നാണ് 1 പറയുന്നത്? ഈ 1-നെയാണ് ഇവിടേക്ക് ഇറക്കിയിട്ടു. ഈ y-ക്ക് പകരം ഇതിന്റെ വില y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു x+1 ആണ്. കിട്ടി. ഇനി നമ്മൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്തിരിക്കാം. 3x = 2 ഇൻറ്റു x 2x 2 ഇൻറ്റു 1 2 പ്ലസ് ഈ 1 കിട്ടിയേ. ഇനി എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം.
അപ്പൊ 3x മൈനസ് 2x. ഇവിടുത്തെ പോസിറ്റീവ് 2x ഇങ്ങോട്ട് വരുമ്പോ മൈനസ് ആയില്ലേ? ഈസ് ഈക്വൽ ടു 2 പ്ലസ് 1 3 കിട്ടി. അപ്പൊ 2x 3x 2x കുറച്ചാൽ 1x ഈസ് ഈക്വൽ ടു 3 ആണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇത് കിട്ടി. എന്താ കിട്ടിയത്? അംശം കിട്ടി, ന്യൂമറേറ്റർ. എന്നിട്ട് നിങ്ങൾ എഴുതണം ന്യൂമറേറ്റർ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 3 കിട്ടിയില്ലേ? ഇനി y കണ്ടുപിടിക്കണം. നല്ല ഡിനോമിനേറ്റർ. അതിന് നമ്മുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. y എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ y ഈസ് ഈക്വൽ ടു x 3 ആണെങ്കിൽ y എത്രയാണ്? y ഇവിടെ കൊടുത്തിരിക്കുന്നു. y ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ് അല്ലെ? y എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് പ്ലസ് 1, എക്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 പ്ലസ് 1, 3 പ്ലസ് 1 എത്രയാ? 4. അപ്പൊ 2 ഇൻറ്റു 4 ഈക്വൽ ടു എത്ര കിട്ടി? 8. അപ്പൊ y എന്ന് പറഞ്ഞാൽ 8 കിട്ടി, എക്സ് എന്ന് പറഞ്ഞാൽ 3 കിട്ടി. അപ്പൊ എക്സും y അല്ല നമ്മളോട് ചോദിച്ചേക്കണേ. എക്സ് എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ 3 ആണ്. ഡിനോമിനേറ്റർ ഈസ് ഈക്വൽ ടു എക്സ്. അടുത്ത നമ്മളോട് ചോദ്യം ഇതാണ്, ഫ്രാക്ഷൻ. എന്നും ഡിയും എഫും എഴുതിയിട്ടുണ്ടെങ്കിലേ n എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ അംശം 3, ഛേദം ഡിനോമിനേറ്റർ 8, ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എന്താണെന്ന ചോദ്യം. അപ്പൊ ഭിന്നസംഖ്യ എഴുതണമെങ്കിൽ എത്ര വരും? 3/8. ഇതാണ് ഫൈനൽ ആൻസർ. ഇവിടെ ഒരു വരെ ഞാൻ വരച്ചിട്ടുള്ളൂ. എക്സ് എന്ന് പറഞ്ഞാൽ 3 ആണ്, ഒരു വരെ വരയ്ക്കാൻ പാടുള്ളൂ. y എന്ന് പറഞ്ഞാൽ 8, ഒരു വരെ കിട്ടി. പക്ഷെ ഫൈനൽ ആൻസർ ഫ്രാക്ഷൻ എന്താണ്? അഭിന്നസംഖ്യ എന്താണ്? ഏതാ അഭിന്നസംഖ്യ? ഈ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാണ്? 3/8. കാരണം ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ. അങ്ങനെയല്ലേ നമ്മൾ എഴുതാം. അപ്പൊ നമുക്ക് കിട്ടി 3/8. ഇത് നമുക്ക് 2-3 രീതിയിലൊക്കെ ചെയ്യാട്ടോ. പക്ഷെ ഒരു രീതിയിൽ ചെയ്ത് പഠിക്കാം. ഇനി നമ്മൾ പ്രോബ്ലംസ് തുടങ്ങാണ്. ടെക്സ്ച്വൽ പ്രോബ്ലംസ് പേജ് നമ്പർ 36. പേജ് നമ്പർ 36 ഫസ്റ്റ് കണക്കേതാണ്. First question, in a rectangle of a perimeter 1 meter, one side is 5 centimeter longer than the other. What are the length of the sides? ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ ആണ്. ഒരു റെക്ടാംഗിൾ തന്നിട്ടുണ്ട്. അതിന്റെ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എല്ലാവർക്കും അറിയാം ഇല്ലേ? നമ്മുടെ ചോദ്യം ഇതാണ്, ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് വെച്ചാൽ ചുറ്റളവ്. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 1 മീറ്റർ ആണെങ്കിൽ അതിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ 5 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. മറ്റു സൈഡിനേക്കാൾ 5. ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ മറ്റേ സൈഡിനേക്കാൾ 5 കൂടുതലാണ്. അപ്പൊ എപ്പോഴും നീളമാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ നമ്മൾ വീതിക്കാണ് എക്സ് കൊടുത്താൽ ഇത് എത്രയാണെന്ന്? എക്സ് പ്ലസ് 5 ആണെന്ന് കിട്ടിയ. ചോദ്യം മനസ്സിലായില്ല എല്ലാവർക്കും? ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 1 മീറ്റർ. അതിന്റെ ഒരു സൈഡ്, 1 സൈഡ് is 5 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ. ഒരു സൈഡ് മറ്റേ സൈഡിനേക്കാൾ 5 കൂടുതൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ് കൊടുത്താൽ പിന്നത്തെ എക്സ് പ്ലസ് 5. ഇത് ഏത് വേണമെങ്കിലും കൊടുക്കാം, ലെങ്ത്തും ബ്രെഡ്ത്ത് ഏത് വേണമെങ്കിലും എക്സ് കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ വീതിക്ക് എക്സ് കൊടുക്കാൻ കാരണം നീളം എന്ന് പറയുന്നത് എപ്പോഴും ഒരു റെക്ടാംഗിളിന്റെ നീളമല്ല വലുതുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ വീതിയുടെ കൂടെ 5 കൂട്ടുമ്പോൾ നീളം കിട്ടുന്നത്. ഇനി വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്? അപ്പൊ സൈഡുകളുടെ നീളം എത്രയാണ് എന്ന് കാണാൻ പെരിമീറ്റർ കാണാനുള്ള ഫോർമുല എന്താണ്? L പ്ലസ് ബി ഇൻറ്റു 2. ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഈ 1 മീറ്റർ എന്നുള്ളത് നമുക്കൊന്ന് സൗകര്യത്തിന് വേണ്ടി 1 മീറ്റർ നമുക്ക് ഡിവൈഡ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ സെന്റിമീറ്റർ ആക്കാം. എങ്ങനെയാ 100 കിട്ടിയത് മനസ്സിലായോ? ഇവിടെ പെരിമീറ്റർ ആണ്. P = L പ്ലസ് ബി ഇൻറ്റു 2 അല്ലേ? അത് 100 സെന്റിമീറ്റർ ആണ്. കാരണം 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെന്റിമീറ്റർ. അപ്പൊ 100 സെന്റിമീറ്റർ ആക്കി. ഇനി എല്ലും ബിയും എത്രയാണെന്ന് നമുക്ക് അറിയാം. ഇവിടെ നമ്മൾ എത്ര കൊടുക്കണം? എൽ എന്ന് പറഞ്ഞാൽ എത്ര കൊടുത്താണത്? എൽ എന്ന് പറഞ്ഞാൽ എല്ലിന്റെ ഇതാ എന്താണ്? L = x പ്ലസ് 5 അല്ലേ? പ്ലസ് ബി എത്രയാണ്? എക്സ്. എൽ എന്ന് പറഞ്ഞാൽ x പ്ലസ് 5ഉം ബി എന്ന് പറഞ്ഞാൽ വീതി എന്ന് പറഞ്ഞാൽ എക്സും കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഇൻറ്റു 2 ആണ് എത്ര? 100. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത് കൂട്ടാം. എക്സ് പ്ലസ് എക്സ് എത്രയാണ്? 2x പ്ലസ് 5 ഈസ് ഈക്വൽ ടു ഈ 2 ഇവിടെ ഉണ്ട് കേട്ടോ.
ബ്രാക്കറ്റിന്റെ പുറത്തുള്ള രണ്ടിനെയാണ് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. എന്നുവെച്ചാൽ ഇത് ഇൻഡു ആണ്, ഇൻഡു അപ്പുറത്തേക്ക് പോകുമ്പോ 100/2 50 സെന്റിമീറ്റർ. അപ്പൊ 2x + 5 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 50 സെന്റിമീറ്റർ. അതിൽ നിന്ന് ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? എക്സിന്റെ കൂടെയുള്ളത് നിർത്തിയിട്ട് ബാക്കിയുള്ളത് ഞാൻ കൊണ്ടുപോകാട്ടോ. ആദ്യം നമ്മൾ ബ്രാക്കറ്റിന്റെ പുറത്തുള്ള രണ്ടിനെ അങ്ങോട്ട് കൊണ്ടുപോയി ഡിവിഷൻ. ഇനി ഇവിടെ കൂട്ടി എഴുതിയതിനു ശേഷം ഈ 5നെയാണ് അങ്ങോട്ട് കൊണ്ടുപോവാ. അപ്പൊ 2x = ഇവിടെ 50 ഉണ്ട് അല്ലെ? ഈ 5 + 5 അങ്ങോട്ട് വരുമ്പോ എത്രയായി? -5. അപ്പൊ എത്ര കിട്ടി? 45 കിട്ടി. 2x എന്ന് പറഞ്ഞാൽ 45 ആണെങ്കിൽ x = എത്രയാണ്? 45/2. 45/2 എന്ന് പറയുമ്പോ 45ന് 22.5 കിട്ടി. അപ്പൊ എക്സ് നമുക്ക് കിട്ടി എത്രയാണ്? 22.5 കിട്ടി എല്ലാവർക്കും. ഇനി എക്സ് കണ്ടാൽ മാത്രം പോരാ. എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതാണ് കേട്ടോ വീതി. അപ്പൊ നിങ്ങൾ എഴുതാ എക്സ് മാത്രം കണ്ടാൽ പോരാ, നമുക്ക് എന്ത് ചെയ്യണം? ബ്രെഡ്ത്തും ലെങ്ത്തും കാണണം. അപ്പൊ നിങ്ങൾ എഴുതേണ്ടത് ബ്രെഡ്ത്ത് = എത്രയാ? ബ്രെഡ്ത്ത് എത്ര കിട്ടി? 22.5 and then length = എത്രയാ? 22.5ന്റെ കൂടെ എത്ര വേണം? 5 വേണം. അപ്പൊ എത്ര കിട്ടി? 22.5ന്റെ കൂടെ വരുമ്പോ 27.5. രണ്ടും എത്ര? ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ? ഇതാണ് നമ്മുടെ ചോദ്യം. വാട്ട് ആർ ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ്? 22.5 27.5 കിട്ടിയെല്ലാവർക്കും. ചുറ്റളവ് കാണാനായിട്ട് ഇത് എക്സ്, ഇത് x + 5 നമ്മൾ കൊടുത്തു. എക്സും x + 5 കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ L + B × 2 ആണ് 100 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ Lന് വാല്യൂ ഇട്ട് കൊടുത്തു, ഇത് L, ഇത് B ഇട്ട് കൊടുത്തു. അങ്ങനെ ഇത് കൂട്ടി ഇതിന്റെ കൂടെ +5. ആദ്യം ഈ രണ്ടാണ് ഇൻഡു ആണ് അങ്ങോട്ട് കൊണ്ടുപോയത്. പിന്നെ +5 അങ്ങോട്ട് പോയപ്പോ -5 ആയി. അപ്പൊ x എന്ന് പറഞ്ഞാൽ 45/2. അങ്ങനെ 22.5 വീതി കിട്ടിയാൽ വീതിയുടെ കൂടെ ഇത് കൂട്ടിയാൽ എത്ര കിട്ടി? ലെങ്ത്. അപ്പൊ ബ്രെഡ്ത്തും ലെങ്ത്തും എഴുതാം. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എ ക്ലാസ് ഹാസ് 4 more girls than the boys. ചോദ്യം ഒന്ന് എല്ലാവരും വായിച്ചു നോക്കാം. ഒരു സ്കൂളിലെ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണമാണ് പറയുന്നത് കേട്ടോ. ആൺകുട്ടികളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിലെ 4 more girls than the boys. അപ്പൊ നമ്മള് നമ്പർ ഓഫ് ദ ബോയ്സ് = x. ആൺകുട്ടികളുടെ എണ്ണത്തിന് x കൊടുക്കുക. പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകുട്ടികളെക്കാൾ 4 കൂടുതൽ. അപ്പൊ ഗേൾസ് എന്തായാലും വരുന്നത് x + 4 കിട്ടില്ല. ആദ്യത്തെ ലൈനിന്റെ ഇക്വേഷൻ നോക്കുക. എ ക്ലാസ് ഹാസ് 4 more girls than the boys. On a day, അന്നത്തെ ഒരു ദിവസം, ഒരു പെർട്ടിക്കുലർ ഡേയില് 8 boys were absent. 8 ബോയ്സ് ആബ്സെന്റ് ആയി. ബോയ്സ് x ആണ് കേട്ടോ. അതിൽ നിന്ന് 8 പേര് ആബ്സെന്റ് ആണെന്ന് വെച്ചാൽ ആകെയുള്ള കുട്ടികളിൽ നിന്ന് 8 പേര് കുറയ്ക്കുമ്പോൾ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? അന്നത്തെ പെൺകുട്ടികളുടെ എണ്ണത്തിന് ഈക്വൽ ആക്കാണ്. പെൺകുട്ടികൾ x + 4 ആണ് കേട്ടോ. പെൺകുട്ടികൾ x + 4ഉം ആൺകുട്ടികൾ x ആണ്. പക്ഷെ അന്നത്തെ ദിവസം ഈ ആൺകുട്ടികൾ x - 8 പേര് കുറഞ്ഞപ്പോ അത് എത്രയാണ്? ഈക്വൽ ആവണമെങ്കിൽ എന്ത് വേണം? On a day when only 8 boys were absent, 8 ആൺകുട്ടികൾ ആബ്സെന്റ് ആയ ആ ദിവസം the number of girls was twice that of boys. ബോയ്സിന്റെ എണ്ണത്തിന്റെ 2 മടങ്ങായി അന്നത്തെ പെൺകുട്ടികളുടെ എണ്ണമെന്ന്. How many girls and boys are in the class? അപ്പൊ എത്ര ആൺകുട്ടികളുണ്ട്, എത്ര പെൺകുട്ടികളുണ്ട് എന്ന് നോക്കാം. കിട്ടിയതൊക്കെ ചോദ്യം മനസ്സിലായോ? ആൺകുട്ടികൾക്ക് x കൊടുത്തു, പെൺകുട്ടികൾക്ക് x + 4. അന്നത്തെ ഒരു പെർട്ടിക്കുലർ ഡേയിൽ 8 ആൺകുട്ടികൾ മുടങ്ങിയപ്പോ അവരുടെ × 2 ഇരട്ടിയാണ് പെൺകുട്ടികളുടെ എണ്ണം എന്ന്. അപ്പൊ ഇത് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. 2 × x 2x, 2 × 8 16 ആണ്. പോസിറ്റീവ് × നെഗറ്റീവ്, ഇവിടെ നെഗറ്റീവ് വന്നു അല്ലെ? = x + 4 ആണ്. ദെൻ എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഇവിടുത്തെ x ഇറക്കിയിട്ടു, ഇവിടെയുള്ള ഈ x ഇങ്ങോട്ട് വരുമ്പോ -, ഇവിടെയുള്ള നമ്പർ ആദ്യം ഇറക്കിയിടാം കേട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇവിടെ നിന്നുള്ള 16 അങ്ങോട്ട് കൊണ്ടുവരണം. പക്ഷെ ഇത് -16 ഇവിടേക്ക് വരുമ്പോ +16 ആയി. അപ്പൊ 2x ന്ന് x കുറച്ചാൽ എത്ര കിട്ടിയോ? x 16 + 4 20. അപ്പൊ x എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളുടെ എണ്ണം. നമുക്ക് അതിന്റെ x = 20 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ എഴുതണം നമ്പർ ഓഫ് boys = 20. Then number of girls അപ്പൊ എത്രയായിരിക്കും?
നമ്പർ ഓഫ് ബോയ്സ് 20 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് x+4 ആണ് എന്ന് പറഞ്ഞാൽ 20 + 4 എത്ര കിട്ടി? 24 കിട്ടിയില്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ പോലെ നമ്മൾ പറഞ്ഞിരുന്നു ഇക്വേഷന്റെ പാഠം 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. എല്ലാ ഇക്വേഷൻസ് നമുക്ക് ശരിയാണോ നോക്കാൻ പറ്റും. ഒന്ന് ശരിയാണോ നോക്കിക്കേ. 20 ബോയ്സ് ഉണ്ട്, 24 പെൺകുട്ടികളുണ്ട്. ഇതിന് അതിൽ 20 പേരിൽ 8 പേര് കുറയാ എന്ന് പറഞ്ഞാൽ എത്രയാ? 20 പേരുള്ള ഒരു ക്ലാസ്സില് 20 ആൺകുട്ടികളിൽ 8 പേര് കുറഞ്ഞാൽ ബാക്കി ഇത് ചെയ്യണമെന്നില്ല കേട്ടോ. ഞാൻ വെറുതെ നിങ്ങൾക്ക് ശരിയാണോ നോക്കാൻ നമുക്ക് ചെയ്താണ്. 20 ആൺകുട്ടികളിൽ 8 കുറച്ചാൽ ബാക്കി 12 പേരാന്ന് വന്നിട്ടുള്ളൂ. അതിന്റെ ഇരട്ടിയാണെന്ന്, ഡബിൾ ആണെന്ന് അല്ലേ? ഇതിന്റെ x-8 എന്ന് പറഞ്ഞാൽ 12 ആണ്. അതിന്റെ ഇൻറ്റു 2 ചെയ്താൽ ഇവിടെ എത്ര കിട്ടും? 12 × 2 എത്രയാ? 24. അതല്ലേ പെൺകുട്ടികളുടെ എണ്ണം. ശരിയല്ലേ ഉത്തരം? അപ്പൊ നമ്മുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. മനസ്സിലായോ എല്ലാവർക്കും? ഇപ്പൊ കണക്ക് കിട്ടിയേ? അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത്? നമ്പർ ഓഫ് ബോയ്സിന് നമ്മൾ x കൊടുത്തു. നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? x+4. കാരണം എന്താ? ബോയ്സിനേക്കാൾ 4 കൂടുതൽ. അതല്ലേ ചോദ്യം? ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കിയേ. എ ക്ലാസ് ഹാസ് 4 മോർ ഗേൾസ് ദാൻ ദ ബോയ്സ്. ആൺകുട്ടികളെക്കാൾ 4 കൂടുതലാണ് പെൺകുട്ടികളുടെ എണ്ണം. അപ്പൊ നമ്മൾ ഗേൾസിന് x+4 കൊടുത്തു, ബോയ്സിന് x കൊടുത്തു. ഇനി ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ഡേ, ആ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ 8 പേര് കുറവ്, അതുകൊണ്ടാണ് x-8. കുറയുന്ന ദിവസം പെൺകുട്ടികളുടെ എണ്ണം തന്നെയാണ്. പക്ഷെ അത് രണ്ടും ഈക്വൽ ആവണമെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ്, 2 മടങ്ങാണ്, ട്വൈസ് ആണ് എന്ന് പറഞ്ഞാൽ 2 × ആണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ്. ഇനി നമുക്ക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മളത് എക്സ്പാൻഡ് ചെയ്ത് 2 × x 2 × 8 16. x+4. എന്നിട്ട് എക്സുകളൊക്കെ ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം. ഈ നമ്പറിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി അല്ലെ? അപ്പൊ എക്സ് നമുക്ക് കിട്ടി എത്രയാണെന്ന്? 20 കിട്ടി. അപ്പൊ നമ്പർ ഓഫ് ബോയ്സ് 20 ആണെങ്കിൽ നമ്പർ ഓഫ് ഗേൾസ് എത്രയാണ്? x+4 ആണ്. ദാറ്റ് ഈസ് 24. അപ്പൊ എല്ലാവർക്കും കിട്ടിയില്ലേ? നമുക്ക് ബോയ്സിന്റെ എണ്ണം കിട്ടി, ഗേൾസിന്റെ എണ്ണം കിട്ടി. അപ്പൊ നമുക്ക് ആ കണക്ക് കഴിഞ്ഞു. അടുത്ത കണക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുത്തു.